സംസ്ഥാനത്ത് നിന്ന് 11,000-ഓളം സർക്കാർ ജീവനക്കാർ വിരമിക്കുന്നു. സെക്രട്ടേറിയറ്റിൽ നിന്ന് മാത്രം 221 പേരാണ് വിരമിക്കുന്നത്. KSEBയിൽ 1022 പേരും ഇന്ന് വിരമിക്കും. വിരമിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ 6000 കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്ക്. ഷഫീദ് റാവത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷഫീദെ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇത്രയും പേര് 11,000 പേര് വിരമിക്കുകയാണ്. അത് പല വിഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട്. പക്ഷേ സർക്കാരിന് വലിയൊരു സാമ്പത്തിക ബാധ്യത കൂടിയാണ് വരുത്തിവെക്കുന്നത്. 6000 കോടി രൂപയുടെ അധിക ചെലവ് കൂടി വരുമല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്tina, ഹഷ്മി. അതായത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മെയ്യിലെ കൂട്ടവിരമിക്കൽ ഇത്തവണയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10,000-ഓളം പേര് ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ സർവീസിൽ നിന്ന് വിരമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷം മെയ് 31-ന് 10,560 പേരും 2023-ൽ 11,800 പേരും വിരമിച്ചിരുന്നു. ഒരു വർഷം ശരാശരി 20,000 ജീവനക്കാരാണ് വിരമിക്കുന്നത് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് വിരമിക്കുന്നവർക്ക് ആനുകൂല്യം നൽകാൻ ഏകദേശം 6000 കോടി രൂപ വേണ്ടിവരും. ഇത് ഒറ്റയടിക്ക് നൽകേണ്ടതല്ല. അക്കൗണ്ട്സ് ജനറൽ അനുവദിക്കുന്ന മുറയ്ക്കാണ് വിരമിക്കൽ ആനുകൂല്യം കൈമാറുക. ഏറ്റവും കൂടുതൽ ആളുകൾ വിരമിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അത് KSEB ആണ്. KSEBയിൽ നിന്ന് മാത്രം 1022 പേർ ഇന്ന് പടിയിറങ്ങുന്നുണ്ട്. KSEBയിൽ അതിൽ 122 ലൈൻമാൻമാർ, 326 ഓവർസിയർമാർ എന്നിവരും ഇക്കൂട്ടത്തിലുണ്ട്. ഈ ഫീൽഡ് തലത്തിൽ ജീവനക്കാർ കുറവായതിനാൽ KSEBയുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന ആശങ്കയും ഈ വിഷയത്തിലുണ്ട്. കാരണം വലിയ മഴക്കാലമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമൊക്കെ ഈ KSEB തിരുവനന്തപുരം സബ്സ്റ്റേഷനിൽ മാത്രം വന്ന കോളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അത്രക്കധികം മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ KSEB കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനൊരു കൂട്ടവിരമിക്കൽ അവിടെയും നടക്കുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പോലീസിലും കാര്യമായ വിരമിക്കലുണ്ട്. പോലീസിൽ 17 SP-മാർ മാത്രം ഇന്ന് വിരമിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഈ ക്രമസമാധാന വിഭാഗം ADGP-യുടെ AIG ആയിട്ടുള്ള അജിത് VS-ഉം അതേപോലെ തന്നെ പ്രതീഷ് തോട്ടത്തിൽ പലതരത്തിലുള്ള കേരളത്തിലെ കുറ്റാന്വേഷണ കേസുകളിലൊക്കെ കാര്യമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ച പ്രതീഷ് തോട്ടത്തിലടക്കമുള്ള 17 SP-മാർ പോലീസിൽ നിന്നും വിരമിക്കുന്നു. അങ്ങനെ സംസ്ഥാന സർക്കാർ സർവീസിൽ നിന്ന് മാത്രം 10,000-ലധികം ആളുകൾ ഇന്ന് വിരമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹഷ്മി, ഷഫീദ്, ഒറ്റ കാര്യം, ഇന്നലെ യാതൊരു സൂചനയില്ലാത്ത സമയത്താണ് ഷഫീദാണ് M. സ്വരാജ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാവുന്ന വാർത്ത ബ്രേക്ക് ചെയ്ത്. സത്യം പറ, ആരാ സോഴ്സ്? അശ്മി, സോഴ്സ് പറയാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ഉറപ്പായിരുന്നു ഏതാണ്ട് ആ സമയമായപ്പോഴേക്കും സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് ഈ നേതാക്കളൊക്കെ പുറത്തിറങ്ങിയ സമയത്ത് നമ്മൾ ചിലരോടൊക്കെ വിവരം അന്വേഷിച്ചിരുന്നു. അവരിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആ വാർത്ത നൽകിയത്. അവർ ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് പങ്കുവെക്കാമെന്ന രീതിയിൽ തന്നെ ആ വാർത്ത നൽകി. അത് എന്തോ ഭാഗ്യത്തിന് അതിൽ ആദ്യം നമുക്ക് ലഭിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളോട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. അവരെ സംബന്ധിച്ച് ഈ സാധാരണ ഈ CPM-ന്റെ ഒരു രീതി അറിയാമല്ലോ, അവിടെ എല്ലാം വളരെ സുരക്ഷിതമാണ്. സെക്രട്ടറി പറയുമ്പോൾ പറയട്ടെ എന്നുള്ള നിലപാടാണ് സാധാരണ ആളുകളൊക്കെ എടുക്കാറുള്ളത്. പക്ഷേ നമ്മളോടുള്ള സൗഹൃദത്തിന്റെ പേരിൽ അതിലൊരാൾ നമ്മളോട് പങ്കുവെച്ച വിവരമാണ്. ആ സൂചനകളാണ് പങ്കുവെച്ചത്. ആ സൂചനകളിൽ നിന്ന് നമ്മൾ വായിച്ചെടുത്തതാണ്. ഞാൻ സോഴ്സ് ചോദിച്ചാൽ അവൻ പറയുന്നത് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. സോഴ്സ് ചോദിക്കാനും പാടില്ല, പറയാനും പാടില്ല. മതം ചോദിക്കരുത്, ജാതി ചോദിക്കരുത് പറയുന്ന പോലെ സോഴ്സ് ചോദിക്കരുത്, പറയരുത് എന്നുള്ളതാണ് തത്വം. എന്നാൽ കൂടി ചുമ്മാ ചോദിച്ചു നോക്കിയതാണ്, എങ്ങാനും പറഞ്ഞാലോ എന്ന് വിചാരിച്ചു.